കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. വളരെ പ്രാധാന്യമുള്ള സ്തോത്രം, അല്ലെങ്കിൽ ഇന്നത്തെ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് അനുഗ്രഹീതമായൊരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് കുറച്ച് സമയം പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്കവർക്ക് പരിചിതമാണ് സ്തോത്രം. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരായ 12 പേരിൽ കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും. പേര് യോഹന്നാൻ. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനായിരുന്നിട്ട് പിന്നത്തേതിൽ യേശുവിൻ്റെ ശിഷ്യനായി മാറിയ ഒരു വ്യക്തിത്വമാണ് യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. മറ്റുള്ള അപ്പോസ്തലന്മാർക്ക് തന്നെ ഇവനോട് ഒരു അസൂയ തോന്നിയതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലേ? പത്രോസ് ഉൾപ്പെടെയുള്ളവർക്കെല്ലാം ഇവനോട് ഒരു അസൂയ തോന്നി. കാര്യം ഇവൻ്റെ അവസാനം എന്താകുമെന്ന് കർത്താവിനോട് ചോദിക്കുന്ന സമയത്ത്, ഞാൻ വരുമ്പോൾ അവൻ ഇരുന്നാൽ നിങ്ങൾക്ക് എന്ത് എന്ന് ചോദിച്ചാണ് കർത്താവ് ആ വിഷയത്തിന് മേൽ മറുപടി കൊടുത്തത്. അപ്പോൾ അത്രയ്ക്കും കർത്താവിന് ഇഷ്ടമുള്ള സ്തോത്രം ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. തിരുവചനം നമ്മൾ പഠിക്കുന്ന സമയത്ത് പത്രോസിന് യേശുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, അല്ലേ? എന്നാൽ യേശുവിന് ഇഷ്ടം യോഹന്നാനെയായിരുന്നു. കാര്യം യോഹന്നാൻ്റെ ഒരു പ്രകൃതം ആ ഒരു തരത്തിലായിരുന്നു. നമുക്കറിയാം, അധികമെങ്ങും പ്രകടമായ പ്രവൃത്തികളൊന്നും ചെയ്യാതെ ഒരു ഭാഗത്ത് സൈലൻ്റായ ഒരു മനുഷ്യനാണ് യോഹന്നാൻ. എന്നാൽ ശുശ്രൂഷയുടെ തലങ്ങളിലേക്ക് വരുമ്പോൾ വളരെ ശക്തമായിട്ട് ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചൊരു ദൈവ മനുഷ്യനായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ലേഖനങ്ങൾ 3 സുവിശേഷം 1, പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകമൊക്കെ രചിച്ചത് യോഹന്നാൻ അപ്പോസ്തലനാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് വരാൻ പോകുന്ന ദൈവസഭയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായി ദൈവിക വെളിപ്പാട് പ്രാപിച്ച് അത് പുസ്തകത്തിൽ കുറിച്ചു വെച്ച ഒരു ദൈവ മനുഷ്യനാണ് യോഹന്നാൻ അപ്പോസ്തലൻ. അപ്പോൾ തന്നെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം കഷ്ടപ്പാടുകളും വേദനകളും പ്രയാസങ്ങളും ക്ലേശങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച ഒരു ദൈവ മനുഷ്യനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. ശ്രദ്ധിക്കപ്പെടുക, 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ യൂദാ ഇസ്കാരിയോത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഒരു ചാൺ കയറിൽ ജീവൻ ഒടുക്കിയപ്പോൾ അതിൻ്റെ നടുവിൽ ബാക്കി 11 പേരാണ്, അല്ലേ? ഇതിൽ 10 പേരും മരിച്ചത് രക്തസാക്ഷിത്വ മരണത്താലാണ്. എന്നാൽ ഈ ഒരാൾ യോഹന്നാൻ അപ്പോസ്തലന് മാത്രമാണ് ഒരു സ്വാഭാവിക മരണം കിട്ടിയത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, മറ്റ് വ്യക്തികളെല്ലാം രക്തസാക്ഷികളായിട്ട് മരിക്കപ്പോഴും ആ തരത്തിലൊക്കെയുള്ള ക്ലേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാനെ നാട് കടത്തുക എന്നുള്ളത്. പത്മോസിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരാൾ പോലും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല പത്മോസിൻ്റെ ചരിത്രത്തിൽ. അസ്ഥികളും മനുഷ്യ അസ്ഥികളും, ഇല്ലെങ്കിൽ ക്രൂരമായ മൃഗങ്ങളും ഇഴജന്തുക്കളും ഒക്കെ വാസം ചെയ്തിരുന്ന, അല്ലെങ്കിൽ മനുഷ്യവാസമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് അന്ന് ഭരണാധികാരി യോഹന്നാനെ നാട് കടത്തിയത്. കാരണം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവിടെ ഇരിക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ കിളിവാതിൽ യോഹന്നാന് മുൻപായി തുറക്കുവാൻ തക്കവണ്ണം ഇടയായത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ഈ ലോകത്തിൻ്റെ വാതിലുകളോ സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ നിൻ്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടാലും അടയാത്തൊരു വാതിൽ ഉയരത്തിലുണ്ട്. നമുക്കറിയാം, 121 സങ്കീർത്തനത്തിൽ പറയുന്ന അനുഗ്രഹീതമായൊരു ചിന്തയുണ്ട്, അല്ലേ? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഇത് മലയാളം ട്രാൻസ്ലേഷനിൽ വന്നൊരു ചെറിയ പിശകം കൂടെയാണ്. അവിടുത്തെ സങ്കീർത്തന യഥാർത്ഥ യഥാർത്ഥ ഒരു വാക്കെന്ന് പറയുന്നത് സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്താമോ? നിശ്ചയമായി അവിടെ നിൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ നമുക്കൊരു പക്ഷേ പല വിഷയങ്ങൾക്ക് പരിഹാരമില്ലാതിരിക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. നമുക്കറിയാം, പൗലോസ് എന്ന ശക്തനായ അപ്പോസ്തലൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് പിശാചിനാൽ അയക്കപ്പെട്ട ശൂലം മാറാൻ വേണ്ടി പലവട്ടം പ്രാർത്ഥിച്ചിട്ട് അതിന് മറുപടി ഉണ്ടായില്ല. പകരം ദൈവം പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സഹായം ദൈവത്തിങ്കിൽ നിന്ന് വരും. മനുഷ്യനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. മനുഷ്യൻ
നിന്ന് മനുഷ്യരിലേക്ക് ആശ്രയിക്കേണ്ട, ദൈവമുഖത്തേക്ക് മാത്രം നോക്കുക. ഇവിടെ നോക്കി പ്രതിസന്ധിയുടെ നടുവിൽ യോഹന്നാൻ നിൽക്കുമ്പോൾ അവൻ ആത്മവിവശനായി, പത്മോസിൻ്റെ ഏകാന്തതയിൽ ആരും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ അവൻ ആത്മവിവശതയിലേക്ക് കൊണ്ടുപോയി. എന്താ അതിൻ്റെ അർത്ഥം? സ്തോത്രം, ഇൻ ദ സ്പിരിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്നത്. ആത്മാവിനെ അകത്തേക്ക് അവന് കൊണ്ടുപോവുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് ഈ സന്ദേശത്തിലൂടെ കൈമാറാം. ഏറ്റവും അധികം പ്രതിസന്ധി, ഏറ്റവും അധികം കഷ്ടത, ഏറ്റവും അധികം ക്ലേശം ജീവിതത്തിൽ വരുന്നുവെങ്കിൽ നിന്നെ ആത്മാവിൻ്റെ നദിയിലേക്ക്, ഇല്ലെങ്കിൽ ആത്മാവിനെ അകത്തേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. അതിനായിട്ട് നമുക്ക് പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറയ്ക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമാകുന്ന നന്മകളാൽ ദൈവം മറയ്ക്കണമേ. സകല മഹത്വം കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.